കൊച്ചിയിലെ തകർന്ന സ്ലാബുകൾ തുടർച്ചയായി അപകടക്കിണിയാകുന്നു. പാലാരിവട്ടത്ത് കാൽനട യാത്രക്കാരിയുടെ കാൽ സ്ലാബിനിടയിൽ കുടുങ്ങി. കാലിന് ചതവ് പറ്റുകയായിരുന്നു. മെട്രോ ജോലികൾക്കായി സ്ലാബുകൾ ഇളക്കിയിട്ടിരിക്കുകയായിരുന്നു. കാൽ സ്ലാബിനിടയിൽ കുടുങ്ങിയും കേബിളുകൾ കഴുത്തിൽ കുരുങ്ങിയുമുള്ള അപകടങ്ങൾ നഗരത്തിൽ പതിവാകുമ്പോഴും അധികൃതർ നടപടിയെടുക്കുന്നില്ല. കൊച്ചി പാലാരിവട്ടം സിഗ്നൽ ജംഗ്ഷനടുത്തുള്ള കാനയിലെ സ്ലാബിനിടയിലാണ് കാൽനട യാത്രക്കാരിയുടെ കാൽ കുടുങ്ങിയത്. രാവിലെ 9 മണിയോടെയാണ് സംഭവം. സമീപത്തെ ജോലി സ്ഥലത്തേക്ക് നടന്നു പോകുമ്പോഴായിരുന്നു അപകടം. തൊട്ടടുത്ത സ്ലാബുകൾ നീക്കിയാണ് കാൽ പുറത്തെടുത്തത്. കാലിൽ ചതവുമുണ്ട്. കൊച്ചി മെട്രോയുടെ ജോലികൾക്കായി മാറ്റിയിട്ട സ്ലാബുകളാണ് അപകടമുണ്ടാക്കിയത്. സ്ലാബുകൾ തകർന്നും അകന്നുമുള്ള അപകടങ്ങൾ കൊച്ചിയിൽ പലയിടത്തും പതിവാണ്. വെള്ളക്കെട്ട് കൂടിയുണ്ടെങ്കിൽ സ്ലാബുകൾ നീങ്ങിയത് കാണാൻ പോലും കഴിയില്ലെന്ന് യാത്രക്കാർ പറയുന്നു. വെള്ളം കയറി കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ ഈ ഭാഗത്ത് അധികം വെള്ളം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ആ സൈഡൊക്കെ വരുന്ന സമയത്ത് വെള്ളം നമുക്ക് കുഴി ഏതാ റോഡ് ഏതെന്ന് കറക്റ്റ് അറിയാൻ പോലും പറ്റത്തില്ല. നമ്മുടെ ആ സൈഡ് പിന്നെ EMCയുടെ സൈഡൊക്കെ ഭയങ്കര വെള്ളമായിരിക്കും. ഈ കാന ഇതിങ്ങനെ അടങ്ങി കിടക്കുന്നതുകൊണ്ടാണ് റോഡിലോട്ട് വെള്ളം നിൽക്കുന്നത്. നമുക്ക് പെട്ടെന്ന് വരുന്നവർക്കേ കുഞ്ഞൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും അറിയാം. ചിലപ്പോൾ കാല് വെച്ച് കാലിൽ തട്ടി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലേക്ക് വീഴാൻ ചാൻസ് കൂടുതൽ. പനമ്പള്ളി നഗറിൽ 3 വയസ്സുള്ള കുട്ടി കാനയിൽ വീണ സംഭവം 2022 നവംബറിലായിരുന്നു. വാക്വേയിലെ വിടവിലൂടെ വീണ കുട്ടിയെ അമ്മയുടെ അവസരോചിതമായ ഇടപെടലായിരുന്നു രക്ഷിച്ചത്. പൊട്ടിയ സ്ലാബുകളിൽ കാൽ കുരുങ്ങിയുള്ള അപകടങ്ങൾ വേറെയും നിരവധി ഉണ്ടായിട്ടുണ്ട്. തകർന്ന കാനുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിരവധി തവണ ഹൈക്കോടതി ഇടപെടലുകളും രൂക്ഷ വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും നടപടികളൊന്നും ഉണ്ടായില്ല. പാലാരിവട്ടത്ത് അപകടമുണ്ടാക്കിയ സ്ലാബുകൾ നീക്കി കൊച്ചി മെട്രോ പുതിയ സ്ലാബുകൾ വെച്ചിട്ടുണ്ട്. തിങ്കളാഴ്ചയോടെ തകർന്ന സ്ലാബുകളെല്ലാം നീക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ജനം, കൊച്ചി.